നാട്ടിൽ വന്നിട്ട് ഇതുവരെ ക്ഷേത്ര ദർശനം ഒന്നും നടത്തിയിട്ടില്ലെന്നുള്ള അമ്മയുടെ പരാതി നമുക്കിന്ന് മാറ്റി കൊടുത്താലോ? ഞാൻ ഒട്ടും ഒരു മോർണിംഗ് പേഴ്സൺ അല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ രാവിലെയുള്ള ഈ ഒരു അമ്പല ദർശനം വളരെ റെയർ ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഒഴിവാക്കിയിട്ട് പോകുന്ന പരിപാടി എന്റെ പൊന്നു. പക്ഷെ ആ ഒരു മോർണിംഗിന് കിട്ടുന്ന പീസ്ഫുൾ വൈബ് വേറെ തന്നെ അല്ലേ. പക്ഷെ നമുക്കിന്ന് മൂടി പിടിച്ചിരിക്കാനുള്ള ടൈം ഒന്നും ഇല്ല കേട്ടോ. കാരണം ഒരു നീണ്ട യാത്രയുണ്ട്. അമ്മയുടെ ഓർഡറിലാണെങ്കിലും ഈ യാത്രയിൽ ഞാനും അച്ഛനും മാത്രമേ ഉള്ളൂ കേട്ടോ. സോ എല്ലാം ചടപടേന്നായിരുന്നു. നമ്മുടെ പ്രധാന ഉദ്ദേശം ദൈവത്തെ ട്യൂൺ ചെയ്യുന്നതാണെങ്കിലും എന്റെ ഇൻട്രസ്റ്റിംഗ് ഏരിയ ദാ ഈ കടുംപായസവും ഉണ്ണിയപ്പവും പിന്നെ ഞാൻ കഴിച്ചത് വെച്ചിട്ട് വൺ ഓഫ് ദി ബെസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു സദ്യയും. തിരുവനന്തപുരം വരെ വന്ന സ്ഥിതിക്ക് ഇവിടെ കയറാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ പിന്നെ ഒന്ന് ചുറ്റി കറങ്ങിയിട്ട് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള നൊങ്ക് ജ്യൂസ് ആയിട്ട് ഞാൻ ഇപ്രാവശ്യം കുടിച്ചു കേട്ടോ. പിന്നെ പാൽപ്പായസം ഒക്കെ ഒന്ന് മണത്തിട്ട് വണ്ടി തിരിച്ചു. നല്ല ചൂട് കപ്പലിന്റെയും കുറച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്കും എന്താ മരുഭൂമിയിൽ മഞ്ഞ് പെയ്തിരിക്കണ പോലെ അമ്മ നല്ല കപ്പയും മീൻകറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല കുരുമുളക് ഇട്ട കക്കാർച്ചിയും കൂടെ ആയപ്പോഴത്തേക്കും എന്റെ അമ്മോ. അപ്പൊ ഇതൊക്കെ അകത്താക്കിയിട്ട് സുഖമായിട്ടൊന്ന് ഉറങ്ങാന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ഡോറ അവളുടെ കുഞ്ഞുങ്ങളെയൊക്കെ എടുത്തോണ്ട് നമ്മുടെ ബെഡിലോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ വിശേഷങ്ങള്?